ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSൻ്റെ ഒരു പുത്രനാണ്. ഞാനിതെൻ്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മന്നം ജയന്തിയുടെ ആഘോഷവേദിയിൽ പരസ്പരം പുകഴ്ത്തിക്കൊണ്ടാണ് ജി സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും ഒരു പതിറ്റാണ്ട് നീണ്ട അകൽച്ചയ്ക്ക് വിരാമമിട്ടത്. NSSന്റെ പുത്രൻ എന്ന വിശേഷണത്തോട് വികാരാധീനനായാണ് ചെന്നിത്തല മറുപടി പറഞ്ഞത്. NSSുമായി ഉള്ളത് മുറിച്ചു മാറ്റാനാകാത്ത ബന്ധം എന്ന ചെന്നിത്തലയുടെ പരാമർശം അതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ വിവാദമാകുന്നതിനിടെ ചെന്നിത്തലയ്ക്ക് NSS നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റ് VD സതീശൻ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് കരുത്തു പകരുന്നതുമാണ്. വെള്ളാപ്പള്ളിയുടെ പിന്തുണയും സമസ്ത വേദിയിലേക്കുള്ള ക്ഷണവും NSSുമായുള്ള കൂടിച്ചേരലുമെല്ലാം സമുദായ നേതാക്കളുടെ ചോയ്സ് ചെന്നിത്തല എന്ന സന്ദേശം നൽകുന്നുണ്ടോ? ചെന്നിത്തല NSSന്റെ പുത്രനാകുമ്പോൾ കോൺഗ്രസിൽ അത് പുതിയ സമവാക്യങ്ങൾക്ക് രൂപം നൽകുമോ? ന്യൂസ് ഈവനിംഗ് തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വൈകുന്നേരം ഈ വിഷയം ചർച്ച ചെയ്യാൻ രണ്ട് അതിഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. CPIM പ്രതിനിധി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ആനന്ദ് കൊച്ചുകുടി. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇന്ന് 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് താക്കോൽ പദവി എന്ന പ്രയോഗവും അതിനെ തുടർന്ന് നായർ ബ്രാൻഡ് ആക്കാൻ ശ്രമം വേണ്ട എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും അതിനെ തുടർന്നുണ്ടായ അകൽച്ചയും ഒക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് NSSന്റെ വേദിയിൽ മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല എത്തുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തല വളരെ വികാരാധീനനായിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ സുകുമാരൻ നായരുടെ പ്രസംഗത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: നിർണായകമായ സന്ദർഭങ്ങളിൽ, ജീവിതത്തിലെ ഏറ്റവും സന്ദിഗ്ധമായ ഘട്ടങ്ങളിൽ അഭയകേന്ദ്രമായി മാറിയിട്ടുണ്ട് തനിക്ക് NSS എന്ന്. അങ്ങനെ ഒരു നിർണായകമായ ഒരു രാഷ്ട്രീയ സന്ദിഗ്ധ ഘട്ടത്തിലാണോ രമേശ് ചെന്നിത്തല ഇപ്പോഴുള്ളത്? അതിൻ്റെ ഒരു അഭയസ്ഥാനമായി NSS മാറി എന്നത് അദ്ദേഹം ഒരു പ്രതീകാത്മകമായി അദ്ദേഹം അത് സൂചിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസിനകത്തുള്ള മുഖ്യമന്ത്രി കസേരയെ, പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉടലെടുക്കുമ്പോൾ NSSന്റെ പിന്തുണ അദ്ദേഹം തേടുകയായിരുന്നു. ഇതിലൂടെ അത് ഉറപ്പ് നൽകുകയായിരുന്നു ഇന്ന് NSS വേദിയിൽ സംഭവിച്ചത്. ഗോപികൃഷ്ണൻ, ഈ രമേശ് ചെന്നിത്തലയുടെ NSSും തമ്മിൽ രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ആ പിണക്കത്തിന് കൃത്യമായി പറഞ്ഞാൽ 11 വർഷത്തെ ഒരു ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്ന് അവിടെ നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം വ്യക്തമാണ്: അദ്ദേഹവും ദീർഘകാലമായി ഇങ്ങനെ ഈ വേദിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചിരുന്നു. സുകുമാരൻ നായർക്കും കുറേ കാലത്തിന് ഇടയ്ക്ക് അദ്ദേഹത്തോടൊക്കെയുള്ള ഈ പിണക്കം ഒന്ന് മാറ്റാൻ സുകുമാരൻ നായർക്കും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഈ ഈഗോ വിഷയങ്ങളായിരിക്കുമല്ലോ, ഈഗോ ആരാണ് ഇതിൽ ഒരു മുൻകൈ എടുക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള വിഷയങ്ങളായിരിക്കുമല്ലോ. പിന്നീട് നമുക്കറിയാം രമേശ് ചെന്നിത്തലയും സുകുമാരൻ നായരുമായിട്ടുള്ള ബന്ധം വളരെ വഷളായിരുന്നു. ഇത് പൊതുജനത്തിന് ചിലപ്പോൾ പലർക്കും അറിയില്ല. അദ്ദേഹത്തെ നായർ ബ്രാൻഡ് ആക്കിയതിന് ശേഷം പലരും അദ്ദേഹത്തെ ആ ഒരു രീതിയിൽ ഇപ്പോഴും രമേശ് ചെന്നിത്തലയും NSSന്റെ പുത്രൻ, മാനസപുത്രൻ എന്ന രീതിയിലാണ് കുറേ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ കരുതുന്നത്. പക്ഷേ അവർ തമ്മിൽ ഒരു എന്താ പറയുന്ന ഒരു ടോക്കിംഗ് ടേംസിൽ പോലും ഒരു കാലത്തായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഈ ബൈബിളിലൊക്കെ ഉള്ള ഒരു കഥയുണ്ട്, ഈ മുടിയനായ പുത്രൻ, ദി റിട്ടേൺ ഓഫ് ദി പ്രോഡിഗൽ സൺ എന്ന് പറയുന്ന ആ ഒരു കഥയോടാണ് എനിക്ക് ഇന്ന് ഓർമ്മ വരുന്നത്. അത് ഇന്ന് രമേശ് ചെന്നിത്തല അവിടെ ചെല്ലുമ്പോൾ കിട്ടിയ സ്വീകരണം, ഈ മുടിയനായ പുത്രനിൽ ഇങ്ങനെ ഈ വഴിവഴിച്ചു പോയ ഒരു സന്തതി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വലിയ ഒരു സ്വീകരണം, കൊഴുത്ത കാളക്കുട്ടിയെ അറുത്ത് സദ്യ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണമാണ് അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയത്. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ, അതായത് ഇവിടെ കോൺഗ്രസിൽ പുര നിറഞ്ഞു നിൽക്കുന്ന
4-5 നായന്മാരുണ്ട്. ഇവരിൽ ഏത് നായർക്കാണ് അടുത്ത തവണ മുഖ്യമന്ത്രി കസേര കിട്ടാൻ സാധ്യത, അല്ലെങ്കിൽ ആര് മുന്നിലെത്തും? അതിൽ തന്നെ പ്രത്യേകിച്ചും ഇവിടെ കേരളത്തിലാണെങ്കിൽ അത് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നുള്ള രീതിയിൽ ഇപ്പോൾ 2 ധ്രുവങ്ങളിലായിട്ട് കുറേ ഈ അടുത്ത കാലത്തെങ്കിലും, പ്രത്യേകിച്ച് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം വി ഡി സതീശൻ ശക്തനായതിന് ശേഷം ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഉണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ, സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം NSS അദ്ദേഹത്തിന് ഒരു വഴിത്തിരിവായിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഭയം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം 49 വയസ്സിലാണ് ഇവിടെ KPCC അധ്യക്ഷനായിട്ട് 2005 വരുന്നത്, 49 വയസ്സ്. അപ്പോൾ അന്ന് അദ്ദേഹം വരുമ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. 1 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. 2006 അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നു. വീണ്ടും 2011 UDF അധികാരം കിട്ടുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയാകുന്നത്. വീണ്ടും അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടേണ്ടിയിരുന്നത് 2021 അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്നതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വളരെ മോശമായിട്ടുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ UDF കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സോളമായി. ഇനി അദ്ദേഹത്തിന് ഈ അടുത്ത 1 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ, അദ്ദേഹത്തിൻ്റെ ചിരകാല അഭിലാഷം നിറവേറ്റാൻ ഒരു സാഹചര്യം ഉണ്ടാകുമില്ല, അത് നടക്കില്ല. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ക്ലെയിം ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വി ഡി സതീശൻ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് കോൺഗ്രസിൻ്റെ ഒരു മുൻനിരയിലുണ്ട്, അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ ആണെങ്കിൽ അദ്ദേഹത്തിനൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിം ഒന്നുമില്ല. അപ്പോൾ വി ഡി സതീശൻ എന്ന ഏകനാമം, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ദില്ലിയിലിരിക്കുന്ന KC വേണുഗോപാൽ എന്നുള്ള ആൾക്കാർക്കപ്പുറം ഇവിടെ രമേശ് ചെന്നിത്തല ഇപ്പോഴും ഒരു കണ്ടൻഡറാണ്, ഇപ്പോഴും ഈ പദവിക്ക് ഒരു ക്ലെയിമൻ്റാണ്, അദ്ദേഹം ഇതിന് അർഹനാണ് എന്ന് സ്ഥാപിക്കുക രമേശ് ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ഗ്രൂപ്പ് നേതാക്കൾക്കും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനകത്തും പുറത്തുമുള്ള കുറേ ആൾക്കാർക്കൊക്കെ രമേശ് ചെന്നിത്തല ഇപ്പോഴും ആ നേതൃസ്ഥാനത്ത് കാണാൻ താല്പര്യമുണ്ട്. പലർക്കും വി ഡി സതീശനോടുള്ള അമർഷത്തിൻ്റെ ഫലം കൂടിയാണ് അങ്ങനെ. ഇപ്പോൾ CPM ഉൾപ്പെടെ വി ഡി സതീശനെ ഒന്ന് ദുർബലനാക്കാൻ താല്പര്യമുണ്ട്. കാരണം CPM അറിയാം രമേശ് ചെന്നിത്തലയെ നേരിടാനാണ് വി ഡി സതീശനെ നേരിടുന്നതിനേക്കാൾ എളുപ്പം. കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയുടെ അടവുകളെല്ലാം വളരെ എളുപ്പത്തിൽ പൊളിക്കാൻ CPM പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കാൽക്കുലേഷൻസ് ഇതിന്റെ അകത്തുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളുണ്ട്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, നമുക്ക് ഇനി ഒരു രണ്ടാം ഘട്ടത്തിൽ ഞാൻ ശ്രീ KT കുഞ്ഞിക്കണ്ണന് പറയാനുള്ളത് കൂടി കേട്ട ശേഷം നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഇതിന്റെ കുറച്ചുകൂടി ഇതിന്റെ ഈ വിഷയത്തിനുള്ളിലേക്ക് നമുക്ക് കടക്കാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്ന് 2 പ്രധാനപ്പെട്ട പരാമർശങ്ങൾ സുകുമാരൻ നായരുടെ പ്രസംഗത്തിലുണ്ടായി. ഒന്ന്, രമേശ് ചെന്നിത്തലയെ അദ്ദേഹം മുക്തഖണ്ഡം പ്രശംസിച്ചു. രമേശ് ചെന്നിത്തല പെരുന്നയുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ആത്മബന്ധം, ഈ മണ്ണിൽ വളർന്നതാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ് ഈ ഇഴ പിരിച്ച് മാറ്റാൻ പറ്റാത്ത അത്തരമൊരു പൊക്കിൾക്കൊടി ബന്ധം NSSുമായി രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്, ഈ അടുത്ത സമയത്ത് വിവാദമായ മുഖ്യമന്ത്രി നടത്തിയ സനാതന ധർമ്മവും അതുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധമായി നിന്ന ഈ ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ മേൽവസ്ത്രം അഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലുള്ള മറുപടിയുമാണ്. അതിൽ ശിവഗിരി മഠത്തിൻ്റെ നിലപാടിനെ നിശിതമായി വിമർശിക്കുക മാത്രമല്ല അതിനെ പിന്തുണച്ച മുഖ്യമന്ത്രിയുടെ സമീപനത്തെ തള്ളിപ്പറയുകയും ചെയ്തു. ഇതിൽ ഈ നടത്തിയ 2 പരാമർശങ്ങളിലും പ്രസ്താവനകളിലും ഒരു രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ കാണുന്നുണ്ടോ? മറ്റൊന്ന് ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ പറഞ്ഞതാണ്. അതായത് കോൺഗ്രസിനകത്ത് അടുത്ത മുഖ്യമന്ത്രി കസേര, ഇപ്പോൾ കോൺഗ്രസ് ആണ് UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ ഞങ്ങൾ ചെന്നിത്തലയ്ക്കൊപ്പമാണെന്നൊരു സന്ദേശം NSS നൽകുകയും, ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ നൽകിക്കഴിഞ്ഞു. സമസ്തയുടെ ഒരു പരിപാടിയിലേക്ക് ഉദ്ഘാടകനായി ക്ഷണിച്ചിരിക്കുന്നത് ചെന്നിത്തലയാണ്, പ്രതിപക്ഷ നേതാവ് ഇരിക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു തർക്കം അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെന്നിത്തലയാണ് ഞങ്ങളുടെ നോമിനി എന്ന് പ്രഖ്യാപിക്കുന്ന ഒന്നായി ഇത് മാറിയിട്ടുണ്ടോ? CPM അത് വലിയ സന്തോഷം നൽകും, കാരണം ചെന്നിത്തലയെ നേരിടാൻ കുറെ കൂടി എളുപ്പം എന്നൊരു അഭിപ്രായം ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞു. താങ്കൾ ഇന്ന് നടത്തിയ 2 പരാമർശങ്ങളിലെയും രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ സംഭവങ്ങളുടെ മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നതും സതീശനേക്കാൾ എന്തുകൊണ്ട് യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതൊക്കെ അത്തരം സംഭവങ്ങളുടെ ഒരു അന്തർഗതം, രാഷ്ട്രീയ അന്തർഗതം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്,
UDF നയിക്കുന്ന കക്ഷി എന്ന നിലക്ക് കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്, ജമാഅത്ത് ഇസ്ലാമി, SDPI തുടങ്ങിയിട്ടുള്ള തീവ്ര വർഗീയ സംഘങ്ങളുമായി ഉണ്ടാക്കിയ ബന്ധം അത് പൊതുവെ കോൺഗ്രസിനെ പിന്തുണക്കുന്ന സമുദായ സംഘടനകൾക്കകത്ത് അപ്രീതിയുണ്ട്, അതിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ 11 വർഷക്കാലമായുള്ളൊരു പിണക്കം തീർക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റുക മാത്രമല്ല ചെയ്ത്, രാഷ്ട്രീയമായി സതീശൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു നയത്തോട് NSSനും SNDPക്കൊക്കെ വിയോജിപ്പുണ്ട്. അപ്പോൾ ആ വിയോജിപ്പിൻ്റെ കൂടെ ഫലമായിട്ടാണ് സതീശനല്ല രമേശ് ചെന്നിത്തലയാണ് ഞങ്ങൾ പിന്തുണക്കുന്ന നേതാവ് എന്ന് കേരളത്തോട് പറയാനുള്ള ഒരു അവസരമാക്കിയിട്ട് NSSകാർ, സുകുമാരൻ നായർ അദ്ദേഹത്തെ പെരുന്നയിലേക്ക് ക്ഷണിച്ച് കൊണ്ടുപോയത്. ബാക്കിയൊക്കെ സാധാരണ ഒരു ചടങ്ങിലെ ഭംഗി വാക്കുകൾ മാത്രമാണ്. പെരുന്നയുടെ പുത്രനാണ്, അറച്ചുമുറ്റാനാവാത്ത പൊക്കിൾക്കുടി ബന്ധം, അതൊക്കെ സാധാരണ എല്ലാ ചടങ്ങുകളിലും. ഈ ശശി തരൂർ പോയപ്പോൾ ഇതിനേക്കാൾ വലിയ ഈ ലോകം കണ്ട ഏറ്റവും നല്ല നായർ ശശി തരൂർ ആണെന്നാണ് പറയുന്നത്. അതൊക്കെ ഇത്തരം ചടങ്ങുകളിലെ ഭംഗി വാക്കുകൾ മാത്രമാണ്. ആ ഭംഗി വാക്കുകൾക്ക്, ഉപരിപ്ലവമായ ആ പുകഴ്ത്തലുകൾക്ക് അപ്പുറത്ത്, പ്രശംസക്ക് അപ്പുറത്ത്, ആ പ്രശംസാവചനങ്ങൾക്ക് അടിയിൽ കിടക്കുന്ന രാഷ്ട്രീയ അന്തർഗതം കോൺഗ്രസ് ഇപ്പോൾ സമീപകാലത്ത് സ്വീകരിച്ചിരിക്കുന്ന തീവ്ര വർഗീയ സംഘടനകളുമായിട്ടുള്ള ബന്ധത്തിൽ ഇവരെല്ലാം വലിയ അസംതൃപ്തരാണ്. സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അങ്ങോട്ടാണ് പോകുന്നത്. മറുഭാഗത്ത് എന്താണ്? ഹിന്ദുത്വ ശക്തികളുമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് എല്ലാ അർത്ഥത്തിലും യോജിച്ചു പോകാനും സതീശന് പ്രശ്നമില്ല. ഇപ്പോൾ പെരുന്നാൾ സമ്മേളനത്തിൽ അദ്ദേഹം സച്ചിദാനന്ദ സ്വാമിയെ രൂക്ഷമായി വിമർശിച്ചു. എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം വിമർശിക്കുന്നത്? ആചാരങ്ങളെ, ആചാരബദ്ധമായ ജീവിതത്തെ അതിശക്തമായി വിമർശിച്ച് നവോത്ഥാനത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഒരു പാതയിലൂടെ കടന്നു വന്ന ആളാണ്. കേരള ചരിത്രത്തിൽ അങ്ങനെ ഇടം നേടിയ ആളാണ് മന്നത്ത് പത്മനാഭൻ. അല്ലാതെ മന്നത്ത് പത്മനാഭനെ നമ്മൾ ബഹുമാനിക്കുന്നത് 1958 ഗോൾവാൾക്കറെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കിയതിൻ്റെ പേരിലല്ലോ. അത് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. 58 ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കാൻ R. ശങ്കറും മന്നത്ത് പത്മനാഭനും നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അതിൻ്റെ പേരിൽ നമ്മൾ ആരെങ്കിലും മന്നത്ത് പത്മനാഭനെ ബഹുമാനിക്കുമോ? മന്നത്ത് പത്മനാഭനെ സാമൂഹ്യ പരിഷ്കർത്താവായി കാണുമോ? അല്ല. നമ്മൾ മന്നത്ത് പത്മനാഭനെ സാമൂഹ്യ പരിഷ്കർത്താവായി കാണുന്നത് വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ നവോത്ഥാനത്തിൻ്റെ ഉജ്ജ്വല പ്രകാശം പരത്തിയ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ചരിത്രത്തിൽ സവർണജാത നയിച്ച് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നിലകൊണ്ട ഒരാൾ, ബ്രാഹ്മണാധികാരത്തിൻ്റെതായ നിഷ്ഠൂരമായ ഒരു സംബന്ധ വ്യവസ്ഥയെ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ചോദ്യം ചെയ്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്. ഇതിൻ്റെയൊക്കെ പേരിലാണ് നമ്മൾ മന്നത്ത് പത്മനാഭനെ ബഹുമാനിക്കുന്നത്. അപ്പോൾ മന്നത്ത് പത്മനാഭൻ ആചാരങ്ങളെയും നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളെയും ഒക്കെ എതിർത്തുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ വഴിയിലേക്ക് വന്ന ഒരാളാണ്. അങ്ങനെയാണ് അയാൾ ചരിത്രത്തിലെ വ്യക്തിയാവുന്നത്, ചരിത്രപുരുഷനാവുന്നത്. ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് സച്ചിദാനന്ദ സ്വാമി എന്തോ വളരെ മോശം ചെയ്തു, ഇയാൾക്ക് എന്ത് അവകാശമാണ് ഈ ആചാരങ്ങളെ മാറ്റാൻ, ആചാരങ്ങളൊക്കെ അങ്ങ് മാറ്റിമറിക്കാനുള്ളതാണോ? മാറ്റിമറിച്ചതാണ്. ആചാരബദ്ധമായ ഒരു ജീവിതത്തെ മാറ്റിമറിച്ച ചരിത്രത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. അത്തരം ഒരു പ്രസംഗം എവിടെ എത്തിയത്? നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ അതിന് ധൈര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ശ്രീമാൻ G. സുകുമാരൻ നായർ തൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോയത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ കൃത്യമായ അജണ്ടകളുണ്ട്. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങളെ ചോദ്യം ചെയ്യും. ഇത് ആർക്കാ അറിയാത്തത്? അത്തരം എത്രയോ ആചാരങ്ങളെ ചോദ്യം ചെയ്താണ് നമ്മുടെ നവോത്ഥാനം. ഗുരുദേവനെ പോലെ തന്നെ കേരളത്തിൽ ക്രൈസ്തവ മതസമൂഹത്തിനകത്തും മുസ്ലിം മതസമൂഹത്തിനകത്തുമൊക്കെ പരിമിതവും ദുർബലവുമാണെങ്കിലും നവോത്ഥാനധാരകളുണ്ടായിട്ടുണ്ട്. അവർ ആ കാലഘട്ടത്തിലെ പല വിശ്വാസധാരകളെയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് നവോത്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ മണ്ഡലത്തിലേക്ക് ആ സമുദായത്തിലെ സാധാരണക്കാരെ നടത്തിക്കൊണ്ടുപോകുന്നത്. പിന്നെ ലോകത്തിൻ്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? ക്രൈസ്തവ സഭയുടെ വളരെ വ്യവസ്ഥാപിതമായ നിരവധി സമ്പ്രദായങ്ങളെ ചോദ്യം ചെയ്ത് വേദപുസ്തകത്തിലെ തന്നെ തെറ്റായ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നവോത്ഥാനത്തിന്റെ ആരംഭമിട്ട പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. ഇതെല്ലാം ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റ സെക്കൻഡ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതായത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും NSS ആവർത്തിച്ച് ഉറപ്പിക്കുന്ന ഒരു നിലപാടുണ്ട്. ഞങ്ങളുടേത് ഒരു സമദൂരമാണ്. ആ സമദൂര സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ് ഏത് തെരഞ്ഞെടുപ്പിനെയും ഞങ്ങൾ നേരിടാറുള്ളത്. ഇത് നിരന്തരം നമ്മൾ NSSന്റെ ഭാഗത്ത് കേട്ടിട്ടുള്ളതാണ്. ആ സമദൂര സിദ്ധാന്തം എന്ന NSS പറയുന്ന, NSS പ്രകടിപ്പിക്കുന്ന ആ ആശയത്തിൽ നിന്ന് അതിനോട് ഘടകവിരുദ്ധമായി നിന്നുകൊണ്ടുള്ള ഒരു സമീപനമാണോ ഈ ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകുന്ന തരത്തിൽ വന്നിരിക്കുന്ന ഈ പരാമർശങ്ങളിലൂടെ പുറത്തു വരുന്ന സന്ദേശം?
അതായത് ഞങ്ങൾ ആ സമദൂരമല്ല ഇനിയുള്ളത് എന്ന ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. കാരണം താങ്കൾ പറഞ്ഞു ഇതിനകത്തെ രാഷ്ട്രീയ അന്തർഗതങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണോ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഇതൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല. ഈ വിഷയം കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന, UDF നേതൃത്വം സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI ഉൾപ്പെടെയുള്ള തീവ്ര വർഗീയ സംഘങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇവരെല്ലാം അസംതൃപ്തരാണ്. സതീശൻ്റെ നേതൃത്വം അത്തരമൊരു ലൈനിലാണ് നീങ്ങുന്നത് എന്ന ശക്തമായ പ്രതിഷേധം അവർക്കുണ്ട്. ആ പ്രതിഷേധം പരിഹരിക്കാൻ അവരുടെ ഈ സതീശനല്ല, ഞങ്ങൾ പിന്തുണക്കുന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണെന്ന് പറയാൻ. 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ സമീപനങ്ങളൊക്കെ വരാനുള്ള ദിവസങ്ങളാണ് തീരുമാനിക്കുക. ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഇനി ഇവരാരെ തീരുമാനിച്ചാലും 2026 അങ്ങനെയാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ സമസ്ത അവരുടെ ഒരു പരിപാടിയുടെ വേദിയിലേക്കും ക്ഷണിച്ചിരിക്കുന്നത് VD സതീശനെ അല്ല, രമേശ് ചെന്നിത്തലയാണ്. അതെ, ഇതേ നിലപാടാണത്. രമേശ് ചെന്നിത്തലയെ അവർ ക്ഷണിക്കുന്നത് രമേശ് ചെന്നിത്തലയോടെയുള്ള പ്രത്യേക താല്പര്യമൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് തീവ്ര മതരാഷ്ട്രവാദ സംഘടനകൾ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസപരമായ ചരിത്രത്തിൽ അവർ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് സുന്നി മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ എതിർത്തു പോകുന്ന ധാരയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസം. ശരിയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, രമേശ് ചെന്നിത്തല സ്വീകാര്യനാകുന്നതിന് താങ്കൾ രണ്ട് ന്യായങ്ങൾ പറഞ്ഞു. ഒന്ന്, താങ്കൾ പറഞ്ഞത് കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ മതരാഷ്ട്രവാദികളുമായി ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടുകെട്ടിനോടുള്ള പ്രതിഷേധം. രണ്ട്, താങ്കൾ പറഞ്ഞത് ഒരു ഹിന്ദുത്വ മുഖം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്, അതുകൂടി NSSന് രമേശ് ചെന്നിത്തല സ്വീകാര്യനാകുന്നതിനൊരു കാരണമായി താങ്കൾ പറഞ്ഞു. ആ കാരണം പക്ഷെ സമസ്തയുടെ വേദിയിലേക്കുള്ള ക്ഷണത്തിനുള്ള ഒരു മാനദണ്ഡമല്ലല്ലോ. ഞാൻ ഹിന്ദുത്വ മുഖം രമേശ് ചെന്നിത്തലക്കുണ്ട് എന്നുള്ള ഒരു കാര്യമൊന്നും ഞാനിപ്പോൾ ഇവിടെ നിരീക്ഷണം നടത്തിയിട്ടില്ല. എൻ്റെ നിരീക്ഷണം ഇത്ര മാത്രമാണ്. VD സതീശൻ UDFനെയും കോൺഗ്രസിനെയും കൊണ്ടുപോകുന്നത് ജമാഅത്ത് ഇസ്ലാമി SDPI ലൈനിലേക്കാണ്. അതിനോട് അതിശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം എന്താണ്, രമേശ് ചെന്നിത്തലയെ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയുടെ കൂടെയാണ് എന്ന് വരുത്തിക്കൊണ്ട് VD സതീശന് ശക്തമായ ഒരു താക്കീത് കൊടുക്കുക എന്ന ഒരു നിലപാട് സമസ്തക്കുണ്ട്, ഈ NSSനുമുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമസ്ത സുപ്രഭാതം എഴുതിയിരിക്കുന്ന ലേഖനം നിങ്ങൾ വായിച്ചോ ഗോപികൃഷ്ണൻ? വായിച്ചു. അതിശക്തമായ രീതിയിലാണ് അവർ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ ജമാഅത്ത് ഇസ്ലാമിയോടുള്ള ഈ നിലപാട് ഇത് ആദ്യമായി പുറത്തു വരുന്ന ഒരു നിലപാടല്ലല്ലോ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. സമസ്തയ്ക്ക് ജമാഅത്ത് ഇസ്ലാമിയോട് എന്നുമുള്ള നിലപാട് ഇത് തന്നെയായിരുന്നു. അതെ, സമസ്ത അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സമസ്ത എന്നൊക്കെ പറയുന്നത് UDFന്റെ ഭാഗമായ മുസ്ലിം ലീഗിലെ അണികളാണ് അതിലധികവും. അപ്പോൾ ആ മുസ്ലിം ലീഗിലെ അണികളായിരിക്കുന്ന ആളുകൾ ജമാഅത്ത് ഇസ്ലാമിയായി ഉണ്ടാക്കുന്ന സഖ്യത്തിൽ അവർ അതൃപ്തരാണ്. ആ അതൃപ്തി കൂടി സമസ്തയുടെ ഇന്നത്തെ ജാമിയ നൂരിയ പരിപാടിയിലേക്കുള്ള ക്ഷണത്തിന് പിറകിലുണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണം. ഇതൊരു നിരീക്ഷണം മാത്രമാണ്. ആ നിരീക്ഷണം ഞാൻ പറയുന്നത് സുപ്രഭാതം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അവര് ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് എടുത്തിരിക്കുന്ന ശക്തമായ നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. അല്ല, ഈ ചെന്നിത്തലയ്ക്ക് NSS കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഈ നിരുപാധിക പിന്തുണയിൽ CPMനെ അലോസരപ്പെടുത്തുന്ന ഒന്നുമില്ല അല്ലേ? അല്ല, NSS എല്ലാ കാലത്തും ഇത്തരം നിലപാടുകൾ സ്വീകരിക്കും. അവർ ചരിത്രപരമായി തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എല്ലാ കാലത്തും എന്താണ് NSS എന്ന് പറയുന്നത് കേരളത്തിലെ 11% വരുന്ന ജനസംഖ്യയിൽ 11% വരുന്ന നായന്മാരുടെ സംഘടനയല്ല കേട്ടോ. അതിൽ വളരെ കുറഞ്ഞ നായന്മാരുടെ സംഘടനയാണ് NSS. അതുകൊണ്ട് ഒരു സമുദായത്തിൻ്റെ പ്രതിനിധാനമായിട്ടൊന്നും NSSനെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ചരിത്രപരമായി NSS രൂപപ്പെട്ടു വന്ന അത് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ രംഗത്തൊക്കെ നടത്തിയ ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകളുടെ ഒരു ചരിത്രഗതിയിൽ മന്നം പോലുള്ള ആളുകൾ ചരിത്ര പുരുഷന്മാരായി നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഭാഗമായി അടയാളപ്പെടുത്തപ്പെട്ട ആളുകളാണ്. എന്നാൽ അതിനെതിരായിട്ടുള്ള വളരെ പ്രതിലോമകരമായ ഒരു ചരിത്രമുണ്ട്. വിമോചന സമരമുണ്ട്. 1958 ഗോൾവാൾക്കർക്ക് സ്വീകരണം കൊടുക്കാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഈ മന്നം. ഈ ചരിത്രമുണ്ട്. അപ്പോൾ ഈ രണ്ടും ഉണ്ട്. അപ്പോൾ ഈ പരിഷ്കരണത്തിൻ്റെ വശത്തെ ഉയർത്തിപ്പിടിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് പുരോഗമന ശക്തികൾ ചെയ്യേണ്ടത്. ആ പുരോഗമന ശക്തികളുടെ അത്തരമൊരു നിലപാടാണ് വർക്കലയിൽ സച്ചിദാനന്ദ സ്വാമിയുടെ പ്രസംഗത്തിലുണ്ടായത്. ആ പ്രസംഗത്തെ പ്രത്യേകിച്ച് സനാതനവാദികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ആ പ്രസംഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. അതിനെയൊക്കെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം മന്നം തന്നെ അതിനെതിരാണ്. മന്നം ഈ ആചാരബദ്ധമായ ജീവിതം എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധവും കുടുംബ ബന്ധങ്ങളെയൊക്കെ എത്രത്തോളം ഭീകരവുമാക്കുന്നു. സ്വന്തം മകന് അച്ഛ എന്ന് സ്വന്തം അച്ഛനെ വിളിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഇരയായിരുന്നു മന്നം. അത്തരമൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന ഏറ്റവും ഹീനമായ ഒരു ആചാരത്തെ ചോദ്യം ചെയ്തു വന്ന ആളാണ് മന്നം. ആ മന്നത്തിന്റെ പേരിലുള്ള ഒരു ജയന്തി ദിനത്തില് ഇങ്ങനെ ഒരു പ്രസംഗം സുകുമാരൻ നായർ നടത്തേണ്ടതില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിനീതമായ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നടത്തിയ നിരീക്ഷണങ്ങളോട് താങ്കൾക്ക് പൂർണ്ണമായി യോജിപ്പുണ്ടോ? മതരാഷ്ട്രവാദികളുമായുള്ള കോൺഗ്രസിന്റെ കൂട്ടുകെട്ടിൽ ചുക്കാൻ പിടിച്ച VD സതീശൻ
അതിനെതിരായി നിലപാടെടുക്കുന്ന, അല്ലെങ്കിൽ അതിൽ തമ്മിൽ ഭേദം എന്ന അർത്ഥത്തിൽ ചെന്നിത്തലയെ സ്വീകരിക്കുന്ന NSS ആണെങ്കിലും SNDP ആണെങ്കിലും അതല്ലെങ്കിൽ സമസ്തയാണെങ്കിലും ആ നിലയ്ക്ക് കണ്ടാൽ മതി ഈ സ്വീകരണത്തെയും ഈ കൂട്ടിച്ചേർക്കലിനെയും ഒക്കെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ ശ്രീ കുഞ്ഞിക്കണ്ണൻ സഖാവിൻ്റെ വാദങ്ങളെ ഖണ്ഡിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം പറയുകയാണ്, അത് CPM-ൻ്റെ രാഷ്ട്രീയമാണ്. ഞാൻ പറയുന്നത് ഒരു നിഷ്പക്ഷ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിനെ വേറൊരു തരത്തിൽ വിശകലനം ചെയ്യാം. അതായത് അല്ല, അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹം അവതരിപ്പിച്ച വാദങ്ങൾ യുക്തിഭദ്രമാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞു അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രതിനിധിയാണ്, സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെതായ നിലപാട് തറയിൽ നിന്ന് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കാനും കഴിയും. അതുവരെ ഞാൻ സമ്മതിക്കുന്നു, അതിൽ യുക്തിയുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ താങ്കൾ ഖണ്ഡിക്കുന്നില്ല എന്ന് പറയുമ്പോൾ യുക്തിഭദ്രമായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ച വാദം എന്നർത്ഥമുണ്ടോ അതിന്? അല്ല, അത് ഞാൻ പറയുന്നത് CPM ഓരോ കാലഘട്ടത്തിലും അവരോരോരുത്തരെ ഒരു അടിച്ചുകൊണ്ട് അവരെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ദേശാഭിമാനി എടുത്ത് രാവിലെ കാർട്ടൂൺ വരയ്ക്കുന്നത് നോക്കിയാൽ മതി. നമുക്കറിയാം, ഈ രമേശ് ചെന്നിത്തല എന്നല്ല, സംഘിത്തല എന്നാണ്. ഞാൻ ഈ ചർച്ചയിൽ 2016 മുതൽ 2021 വരെ പങ്കെടുത്ത 5 വർഷത്തിൽ CPM-ൻ്റെ എല്ലാ പ്രതിനിധികളും രമേശ് ചെന്നിത്തലയെ സംഘിത്തല, അദ്ദേഹത്തിന് മുണ്ടിനടിയിൽ കാക്കി നിക്കറാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം പെട്ടെന്ന് 2021 അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനം നഷ്ടമാകുന്നു, VD സതീശൻ വരുന്നു. അന്ന് തൊട്ട് രമേശ് ചെന്നിത്തല വീണ്ടും ചെന്നിത്തലയാകുന്നു. സംഘിത്തല എന്നുള്ള ആ ഒരു പരാമർശം CPM-ൻ്റെ വക്താക്കളെല്ലാം ഒഴിവാക്കുന്നു. VD സതീശനാണെങ്കിലോ VD സവർക്കറായി മാറുന്നു. VD സവർക്കർ എന്ന രീതിയിലാണ് ദേശാഭിമാനിയിൽ അദ്ദേഹത്തെ കാർട്ടൂൺ വരയ്ക്കുന്നത്. CPM-ൻ്റെ പ്രതിനിധികൾ അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഗോൾവാൾക്കറുടെ മുന്നിൽ വിളക്കുകൾ കത്തിച്ചു എന്ന് പറയുന്നവരുടെ ആരോപണങ്ങളും അതുപോലെയുള്ള പല വിധത്തിലുള്ള അദ്ദേഹത്തെ കരിവാരി തേക്കാൻ പറ്റിയ ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിക്കാറുണ്ട്. CPM-ൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ സഖാവ് പറഞ്ഞ മതരാഷ്ട്രവാദ വിഷയം, ഞാൻ അദ്ദേഹത്തെ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാം. പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തോടല്ല. കാരണം എനിക്ക് അദ്ദേഹം പറയുന്നതിന് എന്താ പറയുന്നത്, എനിക്ക് അദ്ദേഹത്തോട് ആദരവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം, അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയും പറഞ്ഞ വാദങ്ങൾ, ഹമാസിൻ്റെ വിഷയത്തിൽ CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നാണ്. ഇവിടെ കോൺഗ്രസിനോട് ഞങ്ങൾ ഹമാസിനൊപ്പം, ഞങ്ങൾ പലസ്തീനൊപ്പം, നിങ്ങൾ ആർക്കൊപ്പം എന്ന് ചോദിച്ചിരുന്നു. അത് കോൺഗ്രസിനോട് മാത്രമല്ല കേട്ടോ, CPM ചോദിച്ചിരുന്നത് ഇവിടെ ലീഗിനോട് ഉൾപ്പെടെയാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഇതിനിടയ്ക്ക് CPM-ൻ്റെ അതേ നിലപാടെടുക്കുകയായിരുന്നു. അത് കൂടാതെ പണ്ട് EMS തന്നെ, പണ്ട് EMS ഒക്കെ എടുത്ത സ്ട്രാറ്റജി തന്നെയാണ്. EMS പണ്ട് പറയുമായിരുന്നു ഞങ്ങൾ സദാമിനൊപ്പം, കോൺഗ്രസ് ആർക്കൊപ്പം എന്ന് പണ്ട് EMS പറയുന്ന അതേ കാര്യങ്ങൾ. ഇതിപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതായത് എങ്ങനെയാണ് ഓരോരുത്തരെ ചാപ്പയടിച്ച് അവരെ മതരാഷ്ട്രവാദിയാക്കുകയോ അല്ലെങ്കിൽ സംഖ്യയാക്കുകയോ ഒക്കെ ചെയ്യാൻ CPM-ന് കഴിയുന്നത്. അവർക്ക് താഴെത്തട്ട് വരെ പ്രചരണത്തിനുള്ള സംവിധാനമുണ്ട്. അത് ഇപ്പോൾ കഴിഞ്ഞ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുമെന്നും മലബാറിൽ പൗരത്വ ഭേദഗതി നിയമവും എങ്ങനെയാണ് CPM ഉപയോഗിച്ചത് എന്ന് ഇത് കാണുന്ന പ്രേക്ഷകർ ആലോചിച്ചാൽ മതി. അത് ഞാനിപ്പോൾ സതീശനെ ഇപ്പോൾ മതരാഷ്ട്രവാദിയാക്കുന്നതിനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ സംഘിത്തലയാക്കുന്നതിനോ അതൊക്കെ CPM-ൻ്റെ രാഷ്ട്രീയ നിലപാട്, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനോടൊപ്പം ഞാനെന്ത് പറയാനാണ്? ശരി, അല്ല, പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ വാദത്തിനോട് താങ്കൾക്ക് യോജിപ്പില്ല, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ സ്വീകരണം, അദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, പിന്നെ SNDP വെള്ളാപ്പള്ളി നടേശൻ VD സതീശനുമായി താരതമ്യം ചെയ്ത് ചെന്നിത്തലയാണ് തമ്മിൽ ഭേദം എന്ന് നടത്തിയ പ്രതികരണങ്ങൾ, സമസ്തയുടെ വേദിയിലേക്കുള്ള ക്ഷണം, ഇതൊക്കെ കോൺഗ്രസിനകത്ത് സമുദായ നേതാക്കൾക്ക് പ്രിയങ്കരനായി മാറുന്നത് രമേശ് ചെന്നിത്തലയാണ്. ഇനി UDF അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായി പരിഗണിക്കേണ്ടത് ചെന്നിത്തല തന്നെയാണ് എന്ന സൂചനകൾ ബോധപൂർവം നൽകുന്നതിന് വേണ്ടിയാണോ? അല്ല, അത് ഈ ഓരോ സമുദായ നേതാക്കളും അവർക്ക് ഓരോ ഘട്ടത്തിൽ ഓരോ കോൺഗ്രസിൻ്റെ നേതാക്കളോട്
പലതരത്തിൽ താതാത്മ്യം പ്രാപിക്കാൻ പറ്റും. അത് ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗും സമസ്തയൊക്കെ വിചാരിച്ചിരുന്നത് ശശി തരൂറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചാൽ കേരളത്തിൽ UDF ജയിക്കാൻ പറ്റുമെന്ന് കരുതി. അന്ന് ഓർക്കുന്നുണ്ടാവും ഈ കെ എം ചാണ്ടിയുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ശശി തരൂർ അവിടെ നിന്ന് നേരെ ചങ്ങനാശ്ശേരിയിലേക്ക് പോന്നു. ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം അവിടെ ബിഷപ്പ് ഹൗസിലും പോകുന്നു, ആർച്ച് ബിഷപ്പ് ഹൗസിലും പോകുന്നു. അതിനുശേഷം NSSന്റെ ആസ്ഥാനത്ത് പോകുന്നു. പിന്നെ അദ്ദേഹം തൃശ്ശൂർ പോകുന്നു. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം കോഴിക്കോട് പോകുന്നു, സമസ്തയുടെ പരിപാടിയിൽ പോകുന്നു. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നടക്കുന്നത് ഗോപികൃഷ്ണൻ ഓർമ്മയുണ്ടാവും. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വീണ്ടും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുമൊക്കെ അദ്ദേഹത്തെ വീണ്ടും ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സമുദായ നേതാക്കളെല്ലാം വഴങ്ങിക്കൊടുക്കുന്നു. കാരണം ഇവർക്കെല്ലാം ഈ CPM എങ്ങനെയെങ്കിലും ഒന്ന് ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുണ്ട്. അതിപ്പോൾ ഏത് നേതാവിനെ കൊണ്ട് അതിന് കഴിയുമോ എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. ഇപ്പോൾ സുകുമാരൻ നായർക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഒരുപക്ഷെ അതിശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഈ സർക്കാരിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രതിപക്ഷത്ത് നിന്ന് കാര്യങ്ങൾ ഉയർത്തിക്കാട്ടുകയും ഒക്കെ ചെയ്യുന്ന VD സതീശൻ ഈ സമുദായ നേതാക്കൾക്ക് അനഭിമതനാകുന്നത് എന്തുകൊണ്ടാകാം? അല്ല, VD സതീശൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലോൺ റേഞ്ചർ ആയിരുന്നു, ഒരു ഒറ്റയാനായിരുന്നു ഈ അടുത്ത കാലം വരെ. പെട്ടെന്ന് അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഈ നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരിക്കാത്തത് കൊണ്ട് ഒരു കാലഘട്ടം മുഴുവൻ അദ്ദേഹം ഇതുപോലെയുള്ള നേതാക്കളുമായിട്ട് ഇടപഴകാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് NSSന്റെ നോമിനിയായിട്ട് മന്ത്രിയാകാൻ പറ്റാതെ അന്ന് ശിവകുമാർ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുന്ന കാര്യം, അദ്ദേഹത്തോട് സ്പീക്കറാകാൻ പറയുമ്പോൾ അദ്ദേഹം വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ അദ്ദേഹം വേണമെങ്കിൽ ഞാൻ ആകാമെന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്കും കാർത്തികേയനാകുന്നു. ആ ചരിത്രമൊക്കെ ഉണ്ട്. സതീശൻ എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഇവരുമായിട്ടൊന്നും അങ്ങനെ ബന്ധപ്പെടേണ്ട വന്ന ആളല്ല. പിന്നെ അദ്ദേഹം പറയാറുണ്ടല്ലോ, ഞാൻ തിണ്ണ നിരങ്ങുന്ന ആളല്ല, സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങുന്ന ആളല്ല എന്ന് പറഞ്ഞ് ഒരു സെക്യുലറായിട്ട് നെഹ്റുവിയനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് സതീശൻ. അപ്പോൾ സതീശനോട് ഈ സമുദായ നേതാക്കൾക്കെല്ലാം അത്ര വലിയ താല്പര്യം ഉണ്ടാകില്ല. സതീശൻ പലപ്പോഴും താങ്കളുടെ മറുപടി. അല്ല, ആനന്ദ് കൊച്ചുകൂടി ഈ വിഷയത്തിൽ ഒരു CPMന്റെ എന്തോ ഒരു ആരോപണ പ്രശ്നമല്ല ഇത്. നമ്മളിപ്പോൾ രാഷ്ട്രീയ പ്രവണതകളെ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ സമീപിക്കുന്നത് അതിനകത്ത് അന്തർലീനമായി കിടക്കുന്ന താല്പര്യങ്ങൾ എന്ത് എന്ന് നോക്കിക്കൊണ്ടാണ്. ഇപ്പോൾ കേരളീയ സമൂഹത്തിനകത്ത് VD സതീശനെതിരെ വലതുപക്ഷ രാഷ്ട്രീയം പൊതുവെ പിന്തുടരുന്ന ആളുകൾക്കിടയിൽ അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തിയിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ പ്രസംഗിച്ചല്ലോ, ഒരു സമുദായമായിട്ട് ഏതെങ്കിലും രീതിയിൽ വർഗീയ ശക്തികളായിട്ട് കൂട്ടുകൂടുന്നതല്ല, എല്ലാ സമുദായങ്ങളെയും സൗഹാർദ്ദം സംരക്ഷിക്കുന്നതാണ് പ്രശ്നം എന്നൊക്കെ അയാൾ പ്രസംഗിച്ചല്ലോ. ആ പ്രസംഗത്തിൻ്റെ ധ്വനി എന്താണ്? അതെന്താ ഗോപികൃഷ്ണൻ ആ പ്രസംഗത്തിൻ്റെ ധ്വനി മനസ്സിലാക്കുന്നത്? ആ പ്രസംഗത്തിൻ്റെ ധ്വനി പ്രത്യേക സമുദായ തീവ്ര സംഘങ്ങളുമായിട്ട് കൂട്ടുചേരുന്നത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. അത് NSSന്റെ ചരിത്രത്തിൽ NSSന് അങ്ങനെ ഒരു സമീപനമില്ല. ഇതൊക്കെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. സ്തുതിവചനങ്ങൾ മാറ്റിവെച്ചാൽ ആ പ്രസംഗത്തിൻ്റെ പൊളിറ്റിക്കൽ കണ്ടന്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ആ പ്രസംഗം വളരെ കൃത്യമായിട്ട് വർഗീയ തീവ്രവാദ സംഘങ്ങളുമായിട്ട് കൂട്ടുചേരുന്നത് ശരിയല്ല എന്നുള്ളൊരു ധ്വനി ആ പ്രസംഗത്തിൽ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ആനന്ദ് കൊച്ചുകൂടി പറയുന്നത് ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഓരോ ഘട്ടത്തിൽ ഓരോ ആളെ ചാപ്പ കുത്തുകയാണ്. അതിന് അദ്ദേഹം ഉദാഹരിച്ചത് ഹമാസാണ്. ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്ര നിലപാടുള്ള സംഘടനയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിലൂടെ ഗസയിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന ഗസ ഗവൺമെൻറ് നയിക്കുന്ന കക്ഷിയാണത് എന്ന് മാത്രമല്ല ഹമാസ് എന്ന മിലിറ്ററിയാണ് ഗസ ഗവൺമെൻറ്റിൻ്റെ പ്രതിരോധ സേന എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഹമാസിനെ ഇന്ന് പിന്തുണക്കുന്നത് ഗസ ഗവൺമെൻറ്. ഇതേപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് ഇവിടെ ഇസ്രായേൽ അധിനിവേശം നടത്തിയാൽ, അമേരിക്ക അധിനിവേശം നടത്തിയാൽ BJPയെ പിന്തുണക്കുന്നത് കൊണ്ടല്ല നമ്മൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഈ അധിനിവേശത്തെ എതിർക്കുന്നത്, ഈ യുദ്ധത്തെ എതിർക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഒരു ജനതയുടെ സ്വയംനിർണ്ണയനത്തിൻ്റെ ഭാഗമായിട്ട് ഡെമോക്രാറ്റിക്കായ ഇലക്ഷനിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു കക്ഷി, അത് ജനാധിപത്യപരമായ കക്ഷിയാണ്. അതുകൊണ്ടാണല്ലോ ആനന്ദേ ഈ UN ഭീകരവാദ പട്ടികയിൽ ഹമാസിൻ്റെ പേരില്ലാത്തത്. അത് നമ്മൾ വളരെ പ്രധാനമല്ലേ? ഹമാസിൻ്റെ പേരുണ്ടോ UN തീവ്രവാദ പട്ടികയിൽ? എന്നാൽ ജമാഅത്ത് ഇസ്ലാമി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആഗോളതലത്തിലുള്ള നിരവധി സംഘടനകൾ അവരിവിടെ അഫ്ഗാനിലെ താലിബാൻ വിജയത്തെയൊക്കെ അഫ്ഗാൻ വിസ്മയമായിട്ടൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആഗോള തീവ്രവാദ സംഘങ്ങളെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ
ഭീകരവാദ പട്ടികയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിലപാട്, ആ രീതിയിലുള്ളൊരു യുക്തി വെച്ചുകൊണ്ട് CPM നിലപാടിനെ കൗണ്ടർ ചെയ്യേണ്ട. CPM ഇങ്ങനെയാണ് ചാപ്പ കുത്തും, അവർ ഹമാസിനെ ആരുടെ പക്ഷത്താണ് എന്നൊക്കെ ചോദിച്ചു. അത് ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ തലവനായിട്ട് ഹമാസ് വരുന്നു. അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന ഗസയാണ്, ഗസ ജനതയെ പ്രതികരിക്കുന്നതാണ്. അവർ ഗവൺമെൻറ്റിനെയും ഗസ ജനതയെ ആക്രമിക്കുകയാണ് ഇസ്രയേൽ. അതിന് US-ന്റെ പിന്തുണയുണ്ട്. അപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്ത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ആ ചോദ്യമാണ് സാമ്രാജ്യത്വ വിരുദ്ധരായ ജനാധിപത്യവാദികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോപികൃഷ്ണൻ, ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ വിഷയം എന്താണ്? രമേശ് ചെന്നിത്തല സമസ്ത ക്ഷണിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ ജാമിയ നുരിയയുടെ പരിപാടിയിൽ അയാൾ പങ്കെടുക്കാൻ പോവുകയാണ്. എന്താ സമസ്തയുടെ പ്രശ്നം? സമസ്തയുടെ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ പിണറായി വിജയനോ ഉള്ള ഒരു അതൃപ്തിയുമല്ല. അവർക്കറിയാം UDF-നേക്കാൾ നന്നായി ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഗവൺമെൻറ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണെന്ന് അവർക്ക് അക്കാര്യത്തിൽ നിലപാടുണ്ട്. അവരുടെ നേതാക്കൾക്ക് ആ കാര്യം വളരെ നന്നായിട്ടറിയാം. പക്ഷേ എന്തിനാ രമേശ് ചെന്നിത്തലയെ ഇപ്പോൾ ക്ഷണിച്ചുകൊണ്ടുവരുന്നത് സമസ്ത പ്രത്യയശാസ്ത്രപരമായി സുന്നി വിശ്വാസികൾ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്ന ഒരു പ്രസ്ഥാനവുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന സന്ധ്യയെ ഈ ഒരു അവിഹിതമായ രാഷ്ട്രീയ കൂട്ടുകെട്ടായിട്ട് അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF-ന്റെ ഈ നയത്തിൽ അവർക്ക് പ്രതിഷേധം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എനിക്ക് താങ്കൾ പറഞ്ഞ ഒരു ആശയം മനസ്സിലായി. പക്ഷേ ഈ NSS വേദിയിൽ രമേശ് ചെന്നിത്തല ഈ തരത്തിൽ ഉയർത്തിക്കാട്ടപ്പെട്ടത്, ആദരിക്കപ്പെട്ടത്, അതിന് നന്ദി പറയേണ്ടി വന്ന സാഹചര്യമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ പൊതുവായി എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്കൊരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ S. ജയചന്ദ്രൻ നായർ അന്തരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. 85 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ബംഗളൂരുവിൽ മകന്റെ വസതിയിലായിരുന്നു അന്ത്യം. ദീർഘകാലം കലാകൗമുദി, സമകാലിക മലയാളം വാരികകളുടെ പത്രാധിപരായിരുന്നു.